ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ അഹ്കാമു തജ്വീദിലെ അദ്ദറസുസാനി രണ്ടാമത്തെ പാഠവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദാബു തിലാവ, ഖുർആൻ പാരായണത്തിൻ്റെ അദബുകൾ. നമുക്ക് പാഠം വായിച്ച് മനസ്സിലാക്കാം. വിശുദ്ധ ഖുർആൻ അല്ലാഹു തആലയുടെ കലാമാണ്. ശുദ്ധിയുള്ളവരല്ലാതെ അത് സ്പർശിക്കരുത്. ഖുർആൻ പാരായണം ചെയ്യുന്നതിന് ധാരാളം അദബുകളുണ്ട്. അദബുകൾ പാലിച്ച് ഓതിയാൽ മാത്രമേ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അദബുകളിൽ പ്രധാനപ്പെട്ട ചിലത് നമുക്ക് പഠിക്കാം. ഖുർആൻ പാരായണം അദബുകൾ പാലിച്ച് മാത്രമേ ചെയ്യാവൂ, എങ്കിൽ മാത്രമേ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അല്ലാഹു തആലയുടെ കലാമായ ഖുർആൻ ശുദ്ധിയില്ലാതെ സ്പർശിക്കരുത്. അപ്പം ഖുർആൻ പാരായണത്തിൻ്റെ അദബുകളിൽ നിന്ന് ചിലതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യം വരാറുണ്ട്, ഖുർആൻ പാരായണത്തിൻ്റെ അദബുകളെ കുറിച്ചിട്ട് എഴുതാൻ 5 വരി ഖുർആൻ എഴുതാൻ വന്നാൽ ഈ ഭാഗത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മുഴുവൻ എഴുതണം. ഖുർആൻ പാരായണത്തിൻ്റെ അദബുകളിൽ നിന്ന് 3 എഴുതുക, അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് ഇഷ്ടമുള്ളത് എഴുതാം. അപ്പോൾ നമുക്കത് വായിക്കാം. എന്താണ്? മിസ്വാക്ക് ചെയ്ത് വായ വൃത്തിയാക്കുക, ഉളൂ ഉണ്ടായിരിക്കുക, കിബിലക്ക് തിരിഞ്ഞിരിക്കുക, മുസ്ഹഫ് ഉയരമുള്ള സ്ഥലത്ത് വെക്കുക, വസ്ത്രവും സ്ഥലവും വൃത്തിയുള്ളതായിരിക്കുക, തുടക്കത്തിൽ അഊദു ബിസ്മി എന്നിവ ഓതുക, ഭക്തിയോടെ സാവധാനത്തിൽ ഓതുക. അപ്പം ഖുർആൻ ഓതുന്നതിൻ്റെ തുടക്കത്തിൽ എന്തെല്ലാം ചെയ്യണം? ചോദ്യം വരാറുണ്ട്. എന്താണ്? അഊദു ബിസ്മി എന്നിവ ഓതണം. എങ്ങനെയുള്ള സ്ഥലത്താണ് ഖുർആൻ വെക്കേണ്ടത്? ഉയരമുള്ള സ്ഥലത്താണ് ഖുർആൻ വെക്കേണ്ടത്. മനസ്സിലാക്കുക. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എവിടേക്കാണ് തിരിഞ്ഞിരിക്കേണ്ടത്? കിബിലക്ക് അഭിമുഖമായാണ് തിരിഞ്ഞിരിക്കേണ്ടത്. പിന്നെന്താണ് പറയുന്നത്? സജദയുടെ ആയത്ത് ഓതിയാൽ സുജൂദ് ചെയ്യുക, മറ്റു സംസാരം ഉപേക്ഷിക്കുക, ഓത്ത് അവസാനിച്ചാൽ സദഖല്ലാഹുൽ അലീം എന്ന് ചൊല്ലുക, ഹതം ചെയ്താൽ ദുആ ചെയ്യുക. ഖുർആൻ അതിൻ്റെ ഹക്ക് പ്രകാരം പാരായണം ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ, ആമീൻ. അപ്പോൾ 11 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, ഖുർആൻ പാരായണത്തിൻ്റെ അദബുകൾ. അപ്പോൾ നന്നായി മനസ്സിലാക്കുക. സജദയുടെ ആയത്ത് ഓതിയാൽ എന്തു ചെയ്യണം? ചോദ്യം വരാം. എന്താ ചെയ്യേണ്ടത്? സുജൂദ് ചെയ്യണം. ഓത്ത് അവസാനിച്ചാൽ എന്താണ് ചൊല്ലേണ്ടത്? സദഖല്ലാഹുൽ അലീം എന്ന് ചൊല്ലണം. ഹത്തം ചെയ്താൽ എന്തു ചെയ്യണം? ഹത്തം ചെയ്താൽ ദുആ ചെയ്യണം. അപ്പോൾ മനസ്സിലാക്കുക. ചോദ്യം വരാം. ഓത്ത് അവസാനിച്ചാൽ എന്തു ചൊല്ലണം? ഓപ്ഷനിൽ 3 തരും. എന്താണ്? ഹത്തം അവസാനിച്ചാൽ സുജൂദ് ചെയ്യണം, ദുആ ചെയ്യണം, സദഖല്ലാഹുൽ അലീം. ഇതിലേതായിരിക്കും? നമ്മൾ ഹത്തം ചെയ്താൽ ദുആ ആണ് ചെയ്യേണ്ടത്. ഓത്ത് അവസാനിച്ചാൽ സദഖല്ലാഹുൽ അലീം എന്നാണ് പറയേണ്ടത്. സജദയുടെ ആയത്ത് ഓതിയാൽ സുജൂദ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നെക്ര പാഠത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ്. എന്താണ്? സജദയുടെ ആയത്ത് ഓതിയാൽ സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പം സജദ, സുജൂദ് മനസ്സിലാക്കുക. അദബുകൾ പാലിച്ച് വേണം ഖുർആൻ പാരായണം. അപ്പോൾ അത് മര്യാദ മനസ്സിലാക്കുക. ഹത്തം ചെയ്താൽ ദുആ ചെയ്യുക. ഹത്തം എന്ന് പറഞ്ഞാൽ ഖുർആൻ മുഴുവനും ഓതി പൂർത്തിയാക്കലാണ് ഹത്തം. ഖുർആൻ മുഴുവനായിട്ട് ഓതി തീർക്കുന്നതിനാണ് ഹത്തം ചെയ്യുക എന്ന് പറയാം. അപ്പോൾ ഹത്തം എന്ന് പറഞ്ഞാൽ ഖുർആൻ മുഴുവനും ഓതി പൂർത്തിയാക്കലാണ്. മിസ്വാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബ്രഷ് ചെയ്യുക, അതായത് പല്ല് തേക്കുക, അതിനാണ് മിസ്വാക്ക് ചെയ്യുക എന്ന് പറയുന്നത്. മനസ്സിലാക്കാം. പിന്നെ ദഫ്തർ തോലിബ്, വർക്ക് ബുക്ക് നോക്കി തദ്രിബാത്തുകൾ ചെയ്യാനാണ്. നിങ്ങൾക്ക് ഈ പാഠത്തിൻ്റെ തദ്രിബാത്ത് മറ്റൊരു ബുക്ക് ദഫ്തർ തോലിബ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതിലേക്കാണ് ഇതിൻ്റെ വർക്കുകളൊക്കെ ചെയ്യേണ്ടത്. മനസ്സിലാക്കുക. പിന്നെ ഇവിടെ പാരായണം ചെയ്യേണ്ടത് മനപ്പാടാക്കേണ്ട ഭാഗമാണ് പറയുന്നത്. നഖ്റഉ സൂറത്തു തൂർ വൻ നജ്മു മാ മുറാഅബിൽ അദബ്. അദബുകൾ പാലിച്ച് സൂറത്ത് തൂറും നജ്മും പാരായണം ചെയ്യാനാണ്.
പിന്നെ ഇവിടെ സൂറത്തുൽ ഹുമസത്ത്, പിന്നെ വൽ അദ്കാർ. നമ്മൾ 3 ക്ലാസ്സുകളിലൊക്കെ പഠിച്ച അദ്കാറുകളും ദിക്റുകൾ. ബാത്റൂമിലേക്ക് കയറുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴൊക്കെ ദിക്റുകൾ നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനഃപ്പാഠമാക്കിയത് ഒന്നും കൂടെ പറഞ്ഞ് പഠിക്കാൻ നഹ്ഫള് മനഃപ്പാഠമാക്കുക. പിന്നെ സൂറത്തുൽ ഹുമസ സൂറത്തും മനസ്സിലാക്കുക. പിന്നെ സജദ തിലാവയുടെ രൂപം ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ്. സൂറത്തുകൾ ഓതുമ്പോൾ അതിൽ സജദയുടെ ആയത്ത് ഓതിയാൽ അപ്പം സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് എങ്ങനെയാണെന്ന് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ്. അത് ക്ലാസ് വർക്കാണ്. ഉസ്താദ് ക്ലാസ്സിൽ കാണിച്ചു തരും. അപ്പോൾ ആദാബു തിലാവ, ആ പാഠത്തിൻ്റെ തദ്രിബാത്തിൽ നുബയ്യിന് ആദ്യം ഇവിടെ ഇത് വിശദമാക്കാനാണ്. എന്താണ് അഊദു? അപ്പോൾ നമ്മൾക്ക് ഇവിടെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അപ്പോൾ അത് തെറ്റുകൂടാതെ ഖുർആനിലൊക്കെ നോക്കിയിട്ട് നമുക്കവിടെ പൂർത്തിയാക്കി എഴുതി കൊടുക്കാം. അടുത്തത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതുപോലെ എഴുതാം. കിബില എന്നത് നമുക്ക് എന്താ എഴുതാം? കിബിലയിലേക്ക് തിരിയുക എന്ന് എഴുതാം നമുക്ക്. കൂടാതെ നമുക്ക് എന്തുകൂടി എഴുതാം അവിടെ? നമ്മുടെ കിബിലയാണ് കഅബ, നമ്മുടെ കിബിലയാണ് കഅബ, അങ്ങനെ അവിടെ എഴുതാം. ഇനി ഈ പാഠത്തുനിന്ന് ഒരു 5 ചോദ്യവും അതിൻ്റെ ആൻസറും ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാക്കാം? തുടക്കത്തിൽ എന്തെല്ലാം ഓതണം? ഖുർആൻ ഓതുന്നതിൻ്റെ തുടക്കത്തിൽ എന്തെല്ലാം ഓതണം? അപ്പോൾ അവിടെ അഊദു, ബിസ്മി എന്നിവ ഓതണം. അത് ഒന്നാമത്തെ ചോദ്യവും ആൻസറാക്കി എഴുതാം. പിന്നെ എന്താ എഴുതാം? മുസ്ഹഫ് എങ്ങനെയുള്ള സ്ഥലത്താണ് വെക്കേണ്ടത്? രണ്ടാമത്തത് മുസ്ഹഫ് ഉയരമുള്ള സ്ഥലത്താണ് വെക്കേണ്ടത്, അങ്ങനെ എഴുതാം. മൂന്നാമത്തതായി സജദയുടെ ആയത്ത് ഓതിയാൽ എന്ത് ചെയ്യണം? സുജൂദ് ചെയ്യണം. സജദയുടെ ആയത്ത് ഓതിയാൽ എന്തു ചെയ്യണം? സുജൂദ് ചെയ്യണം. അടുത്തത് ഓത്ത് അവസാനിച്ചാൽ എന്ത് ചൊല്ലണം? ഓത്ത് അവസാനിച്ചാൽ എന്തു ചൊല്ലണം? സദഖല്ലാഹുൽ അലീം എന്ന് ചൊല്ലണം. നാലാമത്തെ ചോദ്യമായിട്ട് എഴുതാം. 5 ഹത്തം ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഹത്തം ചെയ്താൽ ഡാഷ് ചെയ്യുക. വിട്ടഭാഗം പൂരിപ്പിക്കാനാക്കിയിട്ട് ഈ ചോദ്യമൊക്കെ എഴുതാം നമുക്ക്. ഹത്തം ചെയ്താൽ ദുആ ചെയ്യുക. പിന്നെ ഒരു ചോദ്യമായിട്ട് എഴുതാം, ഹത്തം ചെയ്യുക എന്നാൽ എന്ത്? ഹത്തം ചെയ്യുക എന്നാൽ ഖുർആൻ മുഴുവനും ഓതി പൂർത്തിയാക്കലാണ് ഹത്തം ചെയ്യുക. അപ്പം അത് മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്ത വർക്ക് വരുന്നത് നുജിബ്, ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാനാണ്. ഖുർആൻ പാരായണത്തിൻ്റെ പ്രധാന അദബുകൾ ഏതെല്ലാം? അപ്പോൾ നമ്മൾ പാഠത്തിൽ വായിച്ച 11 അദബുകളുണ്ട്. അത് അതുപോലെ ഇവിടേക്ക് പകർത്തി എഴുതുക. ഈ അദബുകൾ മുഴുവനായിട്ട് അടുത്ത പേജിലുള്ളതും മുഴുവനായിട്ട് ഇവിടേക്ക് എഴുതുക. അടുത്ത ഇനി വരുന്ന വർക്ക് എന്താണ്? സജദയുടെ ആയത്തുകളുള്ള 2 സൂറത്തുകളുടെ പേര് എഴുതാനാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് സൂറത്തു സജദയിൽ സജദയുടെ ആയത്തുള്ള ആയത്തുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നാമത്തത് സൂറത്തു സജദ എന്ന് എഴുതാം. അടുത്തത് സൂറത്തുൽ അലക്ക്. ഈ 2 സൂറത്തുകളിൽ സജദയുടെ ആയത്തുകളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എഴുതുക. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ രണ്ടാമത്തെ പാഠമായ ആദാബു തിലാവ എന്നതിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ടത്. നന്നായി മനസ്സിലാക്കുക, അദബുകൾ നന്നായി മനസ്സിലാക്കുക. ഖുർആൻ പാരായണത്തിൻ്റെ അദബുകളെ കുറിച്ചിട്ട് 5 വരിയിൽ കുറയാതെ ആദാബു തിലാവ അങ്ങനെ പേര് വന്നിട്ടും 5 വരിയിൽ കുറയാതെ എഴുതാൻ വരും. അപ്പോൾ നമുക്ക് എഴുതാൻ കഴിയുന്ന രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.